ഇന്ന് എലിസബത്ത് നാട്ടിലോട്ട് പോവുകയാണ്. രാവിലെ തന്നെ ട്രെയിൻ പിടിക്കാനുള്ള ഓട്ടമാണിത്. സ്പാൻഡോയിൽ നിന്ന് ഫ്രാങ്ക്ഫർട്ടിലോട്ട് നമുക്കൊരു ഡയറക്റ്റ് IC ട്രെയിൻ ഉണ്ട്. സമയം ഇപ്പോൾ 6:30 ആയതേ ഉള്ളൂ. ഞായറാഴ്ച ആയതുകൊണ്ടും രാവിലെ ആയതുകൊണ്ടും തിരക്ക് വളരെ കുറവാണ്. നമ്മുടെ ട്രെയിൻ 6:46-നാണ്. ഈ ട്രെയിൻ ബെർലിനിൽ നിന്നും ഡയറക്റ്റ് സ്വിറ്റ്സർലൻഡിലെ ഇന്റർലാക്കൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നതാണ്. നമ്മൾ ഏകദേശം ഒരു 11 മണിയാകുമ്പോഴത്തേന് ഫ്രാങ്ക്ഫർട്ടിലെ ഓഫ്ബാനോഫിലെത്തും. ഈ ട്രെയിൻ ഏകദേശം ഒരു 4 മണിയാകുമ്പോഴത്തേനും സ്വിറ്റ്സർലൻഡിലെ ഇന്റർലാക്കനിലും എത്തുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ കൃത്യസമയത്ത് ഫ്രാങ്ക്ഫർട്ടിലെ ഓഫ്ബാനോഫിലെത്തി. ഇനി ഇവിടെ നിന്നും അടുത്ത ട്രെയിൻ എടുത്ത് വേണം എയർപോർട്ടിലോട്ട് പോകാനായിട്ട്. ഞങ്ങളുടെ അനിയത്തി ഇവിടെ ഫ്രാങ്ക്ഫർട്ടിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളും വരാമെന്ന് പറഞ്ഞു. അവളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പുറത്ത് നല്ല തണുപ്പും, അതുകൊണ്ട് മെഗ്ഡിയിൽ കയറി. 1 മണിക്കൂറിന്റെ പോസ്റ്റിന് ശേഷം ആള് ദേ എത്തി. എന്നാൽ ഉച്ചത്തെ ലഞ്ച് കഴിച്ചിട്ട് പോകാമെന്ന് തീരുമാനിച്ചു. ഫ്ലൈറ്റ് രാത്രി 8:30-ക്കാണ്. 5 മണി കഴിയുമ്പോഴത്തേന് ചെക്ക് ഇൻ ചെയ്താൽ മതി. അതുകൊണ്ട് നേരെ ഫ്രാങ്ക്ഫർട്ടിലെ അഞ്ചപ്പാർ ചെട്ടിനാട് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലേക്ക് വിട്ടു. അവിടുന്ന് 3 ബിരിയാണിയും കഴിച്ച് കുറച്ച് വർത്തമാനവും പറഞ്ഞ് നേരെ ഫ്രാങ്ക്ഫർട്ടിലെ എയർപോർട്ടിലോട്ട്. അങ്ങനെ എയർപോർട്ടിലെത്തി. എയർ ഇന്ത്യയാണ് ഫ്ലൈറ്റ്. അവിടെ ചെന്നപ്പോൾ അനിയത്തിയുടെ ഫ്രണ്ട്സാണ് കൗണ്ടറിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെക്കിങ്ങും പ്രോസസ്സും എല്ലാം പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആയി. എന്നാൽ 3 ആഴ്ച കഴിഞ്ഞ് കാണാം എന്ന് പറഞ്ഞ് എലിസബത്ത് പതുക്കെ ഇമിഗ്രേഷനിലോട്ട് നടന്നു. അങ്ങനെ എലിസബത്തിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഫ്രാങ്ക്ഫർട്ടിലോട്ടും തിരിച്ചു. അങ്ങനെ ഫ്രാങ്ക്ഫർട്ടിൽ നിന്നും അനിയത്തിയോട് യാത്ര പറഞ്ഞ് ഞാൻ ബെർലിനിലോട്ട് യാത്രയായി. എൻ്റെ ട്രെയിൻ ഏകദേശം 1 മണിക്കൂർ ഡിലേ ആയിരുന്നു. നമ്മൾ ബുക്ക് ചെയ്യുന്ന IC 20 മിനിറ്റിന് കൂടുതൽ ഡിലേ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ലൊക്കേഷനിലോട്ട് പോകുന്ന വേറെ ഓൾട്ടർനേറ്റീവ് IC ഉണ്ടെങ്കിൽ അതിൽ കയറാവുന്നതാണ്.